ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അത്രയും സ്നേഹനദിയും നമ്മുടെ എല്ലാമാദരണീയനുമായ അഭിവന്യ ഡോക്ടർ തെയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി, കോട്ടയം കൊച്ചി ഭദ്രാസനങ്ങളുടെ മെത്രാപ്പൊലീത്തായും വിനയാന്വിതനും സ്നേഹനിധിയുമായ പ്രിയപ്പെട്ട തീമോത്തിയോസ് തിരുമേനി, നമ്മുടെ സഭയുടെ സെക്രട്ടറി എത്രയും പ്രിയപ്പെട്ട എബി അച്ഛൻ, സഭയുടെ ലേ ട്രസ്റ്റി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ആൻസൽ സക്കറിയ, നമ്മുടെ ഇടവകയുടെ അനുഗ്രഹീതനായ വികാരി പ്രിയപ്പെട്ട ഷിബു അച്ഛൻ, സഭയുടെ മുൻ സെക്രട്ടറി പ്രിയപ്പെട്ട കെ ജി ജോസഫ് അച്ഛൻ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠർ, സഭാ കൗൺസിൽ അംഗങ്ങൾ, മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങളെ, പ്രിയമുള്ള കുഞ്ഞുമക്കളെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് സമ്മിശ്ര വികാരങ്ങളോടുകൂടിയാണ്. എനിക്ക് ഇത് ഒരു സന്തോഷത്തിൻ്റെയും ഒരു ചാരിതാർത്ഥ്യത്തിൻ്റെയും മുഹൂർത്തമാണെങ്കിൽ, എനിക്കറിയാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരല്പം നിരാശയുടെ അവസരമാണെന്ന് എനിക്കറിയാം. ശ്രേഷ്ഠ കാതോലിക്ക ബാവായെ പ്രതീക്ഷിച്ച് ബാവായെ കാണാനും ബാവായുടെ പ്രസംഗം കേൾക്കാനുമായിട്ടാണ് നിങ്ങൾ കാത്തിരുന്നത്. നിങ്ങൾക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞാൽ മതി, പക്ഷേ ഞാൻ ഭാഗ്യവാനാണെന്ന്. അത് തന്നെയാണ് അച്ഛൻ പറഞ്ഞ കാര്യം ബാവായുടെ അടുത്ത് ആരും പറയരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഇനി മേലാലൊരു സ്ഥലത്തേക്ക് എന്നെ വിടൂല്ല ബാവ. ഇന്നലെ വൈകിട്ട് വളരെ വൈകിയാണ് ശ്രേഷ്ഠ ബാവാ തിരുമേനി ഇന്ന് ഇവിടേക്ക് വരേണ്ടതായ ഒരു സാഹചര്യം എന്നോട് പറഞ്ഞത്. നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനി ഇവിടെ പറഞ്ഞതുപോലെ ബാവായിക്ക്, അതുപോലെ നമ്മുടെ അച്ഛൻ എബി അച്ഛൻ പറഞ്ഞതുപോലെ ബാവായിക്ക് സംസാരിക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. കുറേ ദിവസങ്ങളായി സുഖമില്ലായിരുന്നു. ഇന്നലെ കോതമംഗലം പള്ളിയിലെ കുർബാന പോലും, അതുകൊണ്ട് 3-ാം തീയതിയിലെ പ്രധാന കുർബാന പോലും ചൊല്ലാൻ സാധിച്ചില്ല. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് എന്നെ വിളിക്കുന്നത്. രാവിലെ എനിക്ക് ക്രമീകരിക്കാൻ സാധിക്കുമായിരുന്ന ഒരു മീറ്റിംഗ്, അത് വൈകുന്നേരത്തേക്ക് ക്രമീകരിച്ച് ഞാനിവിടെ വരികയായിരുന്നു. പക്ഷെ ഞാൻ വരാനുള്ള കാരണമെന്ന് പറയുന്നത്, ഒന്ന്, ശ്രേഷ്ഠ ബാവ കൽപ്പിച്ചാൽ എനിക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. 2, നമ്മുടെ മെത്രാപ്പോലീത്ത തിരുമേനി എന്നെ അച്ഛൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ നേരിട്ട് തിരുമേനി വിളിച്ചു. മെത്രാപ്പോലീത്ത തിരുമേനി ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടു. അതെനിക്ക് വളരെ ആശ്ചര്യമായിട്ട് തോന്നി. ഈ വൈകിയ സമയത്ത് അച്ഛൻ, സെക്രട്ടറി അച്ഛനെ വിളിച്ചു. എന്നിട്ട് ഈ വൈകിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം ഞാൻ കണ്ടത് അവിടെയാണ്. എന്നോട് പറഞ്ഞു, തിരുമേനി നാളെ ഈ കാര്യത്തിന് വരണം. അപ്പം ഞാനത് നോ എന്ന് പറയാൻ സാധിക്കാത്തതിൻ്റെ ഒരു സംഭവം ഞാൻ പറയാം. 2 വർഷം മുൻപ് ഞങ്ങൾ ശരിക്കും തീച്ചുളയിലൂടെ നടന്നു പോകുന്ന, സഭ കടന്നു പോകുന്നൊരു സമയമുണ്ടായി. നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു നിയമനിർമ്മാണം നടത്താൻ പൊതുജനാഭിപ്രായം എടുത്തൊരു സന്ദർഭമുണ്ടായി. അപ്പോൾ ശ്രേഷ്ഠ ബാവായും ഞാനും കൂടെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളെയും സാമുദായിക നേതാക്കന്മാരെയും സഭാ തലവന്മാരെയും ഒക്കെ ചെന്ന് അവരുടെ ഒരു പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ചെന്ന ഒരു സാഹചര്യത്തിൽ പലരും അതിന് വളരെ സപ്പോർട്ടീവായിട്ട് നമ്മളുടെ നീതിപൂർവമായൊരാവശ്യമായി അത് തിരിച്ചറിഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ ചില ഒഴിവുകൾ പറഞ്ഞു. മെത്രാപ്പോലീത്ത തിരുമേനിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ, തിരുമേനിയോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, കൂടുതൽ അധ്വാനം, കുറച്ച് ശബ്ദം, രാജ്യത്തിൻ്റെ നന്മയ്ക്കെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നേതാവൊക്കെ ഇവിടെ ഒരു മേരി അല്ലേ,
ദീപ്തി മേരി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇവരൊക്കെ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അത് പേര് പറഞ്ഞെന്നുള്ളത്. അതായത് മെത്രാപ്പൊലീത്ത തിരുമേനി കൂടുതലൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ആലുവായിൽ ഞാനൊരു വീട്ടിലുണ്ടാവും, നമ്മുടെ പ്രദേശിൻ്റെ വീട്ടിലാണ്, അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങളങ്ങോട്ട് വന്നേക്കാൻ പറഞ്ഞു. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്? ഒഴിവുകഴിവാണോ? അവിടെ ചെന്ന് ചോദിച്ചു എന്താണ് വേണ്ടത്. ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ പറയും ആ ഒരു സന്ദർഭം, കാരണം ഞങ്ങൾ താണുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. മെത്രാപ്പൊലീത്ത തിരുമേനി ഒരു മുറിക്കകത്തേക്ക് ബാവായെയും എന്നെയും ഇങ്ങോട്ട് വിളിച്ചു. ഞങ്ങൾ ഒരുമിച്ചിരുന്നു. ആ ഡോക്യുമെൻ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. യാതൊരു മടിയും കൂടാതെ. എന്നിട്ടൊരു കാര്യവും കൂടെ പറഞ്ഞു, ഞാനിത് മുഖ്യമന്ത്രിയുടെ അടുത്തും എൻ്റെ നിലപാടും ഇതാണ്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ ദീർഘിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ വിശദീകരിക്കാനല്ല, മറിച്ച് ഞങ്ങളുടെ ഒരു പ്രതിസന്ധിയുടെ ഒരു നിർണായക ഘട്ടത്തിൽ അതാണ് യഥാർത്ഥമായ ഒരു സഹോദര സ്നേഹവും ആ ഒരു കരുതലും. അതുകൊണ്ട് തന്നെ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ആ വാക്കുകൾ നിലവിളിച്ചപ്പോഴും എപ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആദരവോടും വലിയ കടപ്പാടോടും കൂടെ കണ്ടുകൊണ്ട് എനിക്കതുകൊണ്ട് തന്നെ നോ എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു. ഞാനിന്നിവിടെ വന്നിരിക്കുമ്പോൾ തിമോത്തിയോസ് തിരുമേനിയുടെ സാന്നിധ്യം ഇടവക മെത്രാപ്പൊലീത്തയാണ്. 2004 തിരുമേനി ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പാത്രീയർക്കീസ് ബാവ നമ്മുടെ അബുദാബിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സന്ദർശനമാണ്. അന്ന് അവിടെ അഭിനന്ദ തിരുമേനിയൊക്കെ വന്ന് ബാവായെ കണ്ട് സ്വീകരിച്ചതും ഒക്കെ ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഇന്ന് ശ്രേഷ്ഠ ബാവായുടെ അസാന്നിധ്യത്തിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭ യാക്കോബായ സഭയ്ക്ക് നൽകുന്ന കരുതലും സ്നേഹവും, പ്രത്യേകിച്ച് ശ്രേഷ്ഠ ബാവായ്ക്ക് വേണ്ടി ഒരുക്കിയ ആ സ്വീകരണവും സ്നേഹവും എല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് ശ്രേഷ്ഠ ബാവാ തിരുമേനിക്ക് വേണ്ടിയും യാക്കോബായ സുറിയാനി സഭയിലെ എല്ലാ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനിയോടും എല്ലാ മെത്രാപ്പൊലീത്ത സഭയിലെ പിതാക്കന്മാരോടും ഈ സഭയോടുമുള്ള അകൈതവമായ നന്ദിയും സ്നേഹവും കടപ്പാടും വളരെ വിനയത്തോടെ ഞാൻ അറിയിക്കട്ടെ ഈ സന്ദർഭത്തിൽ. ഇനി എബിയച്ചൻ ഇവിടെ ആദ്യം കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ടായിരുന്നത് മെമ്മോറിയൽ ലെക്ചർ എന്നെക്കുറിച്ചല്ല. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയായിരിക്കും ഒരു പക്ഷേ ഒരു മെമ്മോറിയൽ വരാൻ പോകുന്നതെന്നുള്ള അവിടെ ഇരുന്നുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കുക. എന്താണെങ്കിലും പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾ ഇതൊന്നും നമ്മൾ ഫലവത്തായിട്ട് ചെയ്യുന്നുണ്ടെന്നാവില്ല, വേറെ ആരും ഏൽക്കാനില്ലാത്തതുകൊണ്ടൊക്കെ നമ്മളെ കേൾപ്പിക്കുന്നതുകൊണ്ടായിരിക്കും. എന്താണെങ്കിലും സ്നേഹവും കരുതലുമൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത, ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് സന്തോഷത്തോടെയാണെന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുടെ കാര്യം പറഞ്ഞു. മൂന്നാമത്തെ കാരണം ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളവും ഈ സഭയുള്ളിടത്തോളം കാലവും ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു പിതാവാണ്. വ്യക്തിപരമായി അദ്ദേഹത്തോടുള്ള അടുപ്പവും കടപ്പാടും അതാണ്. ഇന്ന് ഇനിയിപ്പോൾ ഇതിനേക്കാൾ വലിയ പ്രോഗ്രാം ഉണ്ടായാലും അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ എത്തും. കാരണം ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തായെ മറക്കാൻ സാധിക്കുകയില്ല. ഞാനിത് വാക്കുകൾ ഭംഗിവാക്കുകൾ പറയുന്നതല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങളിൽ നിന്ന് ഈ സഭയ്ക്ക് വേണ്ടി, യാക്കോബായ സഭയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. അച്ഛൻ ചോദിച്ചു എനിക്ക് അച്ഛൻ തിരുമേനിയെക്കുറിച്ചുള്ളതായ മെത്രാപ്പൊലീത്തയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അയച്ചു തരട്ടെ. ഞാൻ പറഞ്ഞു, ഒന്നാമത് വൈകിയ വേളയിൽ വായിക്കാൻ സമയമില്ല. രണ്ടാമത് മാർത്തോമാ സഭയിലെ മെത്രാപ്പൊലീത്ത തിരുമേനിയോടും തിമോത്തിയോസ് തിരുമേനിയോടും സഭാമക്കളെ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. അത്രമാത്രം ഈ സഭയ്ക്ക്, സഭയുടെ ഹൃദയത്തിൽ, ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് അനശ്വരനായി നിൽക്കുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായിരുന്നു നമ്മുടെ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി എന്ന് പറയുന്നത്. നമ്മൾ ചില ആളുകളെക്കുറിച്ച് പറയാറുണ്ട്, യുഗപ്രഭാവന്മാരെന്ന് പറയാറുണ്ട്. ഒരു നൂറ്റാണ്ടിലൊക്കെ അതുപോലെയുള്ള 1 or 2 ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അക്ഷരാർത്ഥത്തിൽ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത 20-ാം നൂറ്റാണ്ടിൽ
മാർത്തോമാ സഭയ്ക്ക് മാത്രമല്ല, ഭാരത ക്രൈസ്തവ സഭകൾക്ക്, ആഗോള ക്രൈസ്തവ സഭകൾക്ക് ലഭിച്ച ഒരു അമൂല്യ നിധിയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രവർത്തനവും സാക്ഷ്യപ്പെടുത്തുന്നതായൊരു സംഗതിയാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം താത്വികമായ കാര്യങ്ങളൊക്കെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വ്യക്തിപരമായും സഭാപരമായിട്ട് യാക്കോബായ സഭയുമായിട്ടുള്ള ആ ബന്ധത്തിലും പിന്നെ എക്യുമെനിക്കൽ വേദികളിൽ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തയുമായിട്ടുള്ളതായ എൻ്റെ ബന്ധം ആരംഭിക്കുന്നത് 2003 ഞാൻ മെത്രാപ്പൊലീത്തയായ വർഷം. അന്ന് സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് വന്നത് വൈദിക സെമിനാരിയുടെ ചുമതലയായിട്ട് ഞാനത് വന്നപ്പോൾ അതിന് വന്നത് ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സൂന്ത്രോണീസോ നമ്മുടെ സ്ഥാനാരോഹണത്തിന് ഞങ്ങളൊക്കെ കസേരയിലിരുത്തി മുകളിലിട്ട് പൊക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മെത്രാപ്പൊലീത്ത തിരുമേനി എന്നെ ഒരു കാര്യം പറഞ്ഞു. തിരുമേനി ഇപ്പോൾ ചെറുപ്പമാട്ടോ, ഇവരെത്രമാത്രം പൊക്കുന്നതോ അത്രയും മുകളിൽ നിന്നായിരിക്കും താഴേക്ക് ഇട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചത് ഈ പൊക്കിയ അച്ഛന്മാരെന്നെ നമ്മൾ കസരയിരുത്തിയാണ്. ഈ പുറകിലിരുന്നത് 2 മല്ലന്മാരാണ്, നല്ല ശക്തിയുള്ള. മുമ്പിലിരുന്ന ആളുകൾ ഇച്ചിരി വലിയ ആരോഗ്യം. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ മുൻവശം താണിരിക്കുന്നുണ്ട്, ഞാനിങ്ങനെ താഴേക്ക് പോരുക. അപ്പോൾ ഈ സൂന്ത്രോണീസയും ഇത് കബറടക്കം എല്ലാം കൂടെ ഒരുമിച്ച് നടത്തേണ്ട ഒരു സാഹചര്യമാവും. ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണോ വല്ലതും പറഞ്ഞത്? എന്നിട്ട് തിരുമേനി ഒരു കാര്യം പറഞ്ഞു. സ്ഥാനങ്ങളും മാനങ്ങളും നമുക്ക് ഒക്കെ തരുമ്പോൾ, ലഭിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ജനത്തെ മറക്കരുത് ഒരിക്കലും. ഈ ജനമാണ് നമ്മളാക്കിയിരിക്കുന്നത്. ഇവർക്ക് ഉയർത്താൻ അറിയാമെങ്കിൽ താഴ്ത്താനും അറിയാം. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം 22 വർഷങ്ങൾക്ക് മുമ്പ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 27 വർഷം മുൻപ് അദ്ദേഹം പറഞ്ഞ ആ വാചകം ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു മെത്രാപ്പൊലീത്തയായിട്ടുള്ളതായ ആ ശുശ്രൂഷകളിലെല്ലാം ഞാനതെപ്പോഴും ഓർക്കുന്നൊരു സംഗതിയാണ്. മാർത്തോമാ സഭയും യാക്കോബായ സഭയും തമ്മിലുള്ള ബന്ധം മെത്രാപ്പൊലീത്ത തിരുമേനിയും നമ്മുടെ തീമോഥെയോസ് തിരുമേനിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു തായ്വേരിൽ നിന്നുള്ള 2 സഭകളാണ്. ഒരു തായ്വേരിൽ നിന്നുള്ള 2 സഭകളാണ്. എന്നാൽ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തായുടെ കാലഘട്ടത്തിലാണ് ഇത്രയും ഈ 2 സഭകളെയും തമ്മിൽ ഇത്രയും അടുപ്പിക്കുവാനും ദൃഢമായൊരു ബന്ധമുണ്ടാക്കുവാനും തുടക്കമിട്ടത് എന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം തിരുമേനി അത് തന്നെയാണ്, ആ പാത തന്നെയാണ് നമ്മുടെ തെയോഡോഷ്യസ് തിരുമേനി നമ്മുടെ സഭയോട് ഞങ്ങളോടൊക്കെ കാണിക്കുന്നത്. വ്യക്തിപരമായിട്ടും ഓരോ സന്ദർഭങ്ങളിലും മാർത്തോമാ സുറിയാനി സഭയുടെ എന്നെ കൂടുതൽ അങ്ങോട്ട് അടുപ്പിച്ച് ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ എൻ്റെ യാക്കോബായ സഭ പോലെ തന്നെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന സഭയാണ് മാർത്തോമാ സുറിയാനി സഭ എന്ന് പറയുന്നത്. അതിൻ്റെ മാരാമൺ കൺവെൻഷനുകളിലും അതുപോലെ തിരുമേനി ഇവിടെ പറഞ്ഞതുപോലെ ക്ലർജി കോൺഫറൻസ്, പുൽക്കൂട്ടിൽ പൂക്കാലം, അതുപോലെ നമ്മുടെ കോൺവക്കേഷൻ സെമിനാരി തുടങ്ങിയ ഓരോ സന്ദർഭങ്ങളിലും ജോസഫ് അച്ഛൻ അറിയാം, എന്നോട് അവിടെ സെക്രട്ടറി അച്ഛൻ പറയായിരുന്നു, ഈ എക്യുമെനിക്കൽ ഇത് കാര്യങ്ങൾ വരുമ്പോൾ മെത്രാപ്പൊലീത്ത തിരുമേനി പറയും, നമ്മുടെ ആ സെമിനാരിയിലെ മെത്രാച്ചനെ ഒന്ന് വിളിച്ച്, സെമിനാരിലെ മെത്രാച്ചനെ ഒന്ന് വിളിച്ച് എന്ന് പറഞ്ഞാൽ അത്രമാത്രം അദ്ദേഹം അത് ഹൃദയത്തിൽ വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും സഭയുടെ പൊതുവായൊരു വേദിയിൽ അദ്ദേഹത്തിന് എന്നേക്കാൾ പ്രഗത്ഭന്മാരായ ആളുകളില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നൽകിയ കരുതൽ ഞാൻ ഒരിക്കലും മറക്കില്ലാത്തൊരു സംഭവം. അങ്ങനെയാണ് വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ അദ്ദേഹം ഇപ്പോൾ ഇവിടെ നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനി പറഞ്ഞു, അദ്ദേഹം രോഗശൈലിയായി കിടക്കുമ്പോഴാണ് തൻ്റെ കർത്തവ്യത്തെക്കുറിച്ചുള്ള ആ നിശ്ചയദാർഢ്യവും ബോധ്യവും അവിടെ വരെ ചെല്ലാനും ആ കാര്യങ്ങൾക്ക് അദ്ദേഹം മടി കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ചില അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ചില അനുഭവങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എൻ്റെ അമ്മച്ചി മരിച്ചപ്പോൾ അന്ന് മെത്രാപ്പൊലീത്ത തിരുമേനി നടക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം തീരെ ഒട്ടും സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെത്രാപ്പൊലീത്ത തിരുമേനി വരുമെന്നോ അങ്ങനെ ഞാൻ ഒരു കാര്യം അങ്ങനെ പറഞ്ഞു പോലുമില്ല.
പക്ഷേ എന്നോട് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, മെത്രാപ്പൊലീത്ത തിരുമേനി അവിടെ വരുന്നുണ്ട്. തിരുവല്ലായിൽ നിന്ന് കോലഞ്ചേരി അടുത്താണ്. മണിക്കൂറുകൾ യാത്ര ചെയ്ത് നമ്മുടെ ബർണബാസ് തിരുമേനിയും കൂട്ടിക്കൊണ്ടാണ്, ഞാനിപ്പോഴും ഓർക്കുന്നു. മഴയാണ്, മഴയത്ത് അദ്ദേഹം തിരുമേനിയെ താങ്ങി പിടിച്ചുകൊണ്ടാണ് വരുന്നത്. തിരുമേനി അവിടെ വന്ന് എന്നെ ആശ്വസിപ്പിച്ച് മടങ്ങിയത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഇത് എൻ്റെ മാത്രമല്ല, ഇതാണ് വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ അദ്ദേഹം എപ്പോഴും കാണിക്കുന്ന ആ ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി. രണ്ട്, ഞാൻ പറഞ്ഞു വ്യക്തിപരമായ കാര്യം. രണ്ട്, സഭാപരമായിട്ട് ശ്രേഷ്ഠ ബാബാ തിരുമേനിയും ഈ കാര്യങ്ങൾ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് കൊണ്ട് അതുകൂടി പറഞ്ഞു. യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം യാക്കോബായക്കാരൻ്റെ സ്വന്തം മെത്രാപ്പൊലീത്തയായിരുന്നു ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി. സഭയെ ഇത്രയും കരുതിയ ഒരു മെത്രാപ്പൊലീത്ത അല്ലെങ്കിൽ സഭാമേലധ്യക്ഷൻ അന്ന് സഭയിലുണ്ടായിരുന്നില്ല എന്നുള്ളത് ഇതര സഭകളിലൊക്കെ നമുക്കറിയാം. 2017 ശേഷമുള്ള ഈ സഭയുടെ പ്രയാണം, പള്ളികൾ 58 പള്ളികളോളം നഷ്ടപ്പെട്ടു. ആളുകൾക്ക് മൃതശരീരങ്ങൾ അടക്കാൻ നിവൃത്തിയില്ലാതെ റോഡിനരികിൽ കൂടെയൊക്കെ മൃതദേഹങ്ങൾ തട്ടി വീഴ്ത്തിയ സന്ദർഭങ്ങൾ, 45 ദിവസം കട്ടച്ചിറയിൽ ഒരു മൃതദേഹം അടക്കാൻ വയ്യാതെ വെച്ചിരുന്ന സാഹചര്യങ്ങൾ. കോലഞ്ചേരിയിൽ ശ്രേഷ്ഠ ബാബാ തിരുമേനി ആ പള്ളിയുടെ മുൻപിലിരിക്കുകയാണ്. പെരും മഴയാണ്. ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത അവിടെ വന്നിറങ്ങി. ആയിരക്കണക്കിന് ജനങ്ങൾ, പുരോഹിതർ ബാവായുടെ ഒപ്പം വന്ന് ആ മഴയത്തിരുന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഈ സഭ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ഈ സഭയുടെ നീതിക്ക് വേണ്ടിയുള്ള ഈ പ്രയാണത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് പള്ളിയില്ലെങ്കിൽ മാർത്തോമാ സഭയുടെ പള്ളികൾ യാക്കോബായക്കാരൻ ആരാധിക്കാൻ ആ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അത് ചുമ്മാ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത്, അദ്ദേഹം വാതിൽ തുറന്നത് മാർത്തോമാ സഭയുടെ പള്ളികളുടെ വാതിലല്ല, ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തായുടെ ഹൃദയത്തിൻ്റെയും മാർത്തോമാ സഭയുടെ ആ വലിയ വിശാല മനസ്കതയുടെയും അതിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകളാണ് തുറന്നു വെച്ചത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വേറെ ഒരു സഭാമേലധ്യക്ഷൻ കാലം ചെയ്തു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ പൊതുവായിട്ടൊരു അനുശോചനം എന്തെങ്കിലുമൊക്കെ നടത്തും. എന്നാൽ യാക്കോബായ സഭ അദ്ദേഹം കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ സകല പള്ളികളിലും, എല്ലാ പള്ളികളിലും അവിടെ അനുശോചന യോഗങ്ങളും ഫ്ലക്സുകളും അവിടെ കെട്ടി. മാത്രമല്ല ധൂപപ്രാർത്ഥനയും നടത്തി ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ഈ സഭയെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ, നീതിക്ക് വേണ്ടി പോരാടിയ ഞങ്ങളുടെ ഒരു ശ്രേഷ്ഠ പിതാവാണ്. ഇനി ഇവിടെ തിരുമേനിയൊക്കെ പറഞ്ഞു അന്ത്യോക്യൻ പൈതൃകവും പാരമ്പര്യത്തിൻ്റെ കാര്യം പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ സുറിയാനി പാരമ്പര്യവും ആ പൈതൃകവും ഹൃദയത്തിൽ ചേർത്ത് നിർത്തി, ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ പിതാവായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. 2015 പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ മലങ്കരയിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് മാരാമണിൽ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ നേതൃത്വം നൽകിയതായ ഒരു സ്വീകരണം, എനിക്ക് തോന്നുന്നത് യാക്കോബായ സഭയ്ക്ക് പോലും അത്രയും ഒരു പ്രൗഢോജ്വലമായ സ്വീകരണം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അത്ര ശ്രേഷ്ഠമായി മാരാമണിൻ്റെ ആ മണൽപ്പരപ്പിൽ ലക്ഷക്കണക്കിന് ആളുകളെ ചേർത്ത് നിർത്തി ബാവായ്ക്ക് നൽകി. ബാവ ഇപ്പോഴും പല സന്ദർഭങ്ങളിലും ആ കാര്യം പറയും. ബാവായുടെ സന്ദർശന വേളയിൽ അദ്ദേഹം നൽകിയതായ കാര്യം. ഞാനതുപോലെ തന്നെ യാക്കോബായ സഭയുമായിട്ടുള്ളതായി ഈ ഡയലോഗ്, നമ്മുടെ തിരുമേനി ആ കാര്യങ്ങൾ അത് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ മെത്രാപ്പൊലീത്ത തിരുമേനി ആ കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ പുലാത്തീനിൽ വെച്ച്, അവിടെ വെച്ചാണ് ഡയലോഗ് നടക്കുന്നത്. യാക്കോബായ സഭയും നമ്മുടെ മാർത്തോമാ സഭയും തമ്മിലുള്ളതായ ദൈവശാസ്ത്ര സംവാദം നടന്നു കഴിഞ്ഞപ്പോൾ തിരുമേനി ഞങ്ങളെ അതിനുശേഷം അവിടെ ഒരു ചാപ്പലുണ്ട്, ആ ചാപ്പലിൻ്റെ സമീപത്തുള്ളൊരു മുറിയിലേക്കാണ് അവിടെ കൊണ്ടുപോയിട്ട് അദ്ദേഹം ഒരു അലമാര തുറന്ന് അതിൽ നിന്നൊരു കുപ്പിയെടുത്ത് ഞങ്ങളെല്ലാവരെയും കാണിച്ചത് എന്താണെന്നറിയാമെന്ന് ചോദിച്ചു. സഭാപിരിച്ചലിൻ്റെ സമയത്ത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ കൂദാശ ചെയ്തു തന്ന മൂറോൻ, അതിന്നും ഈ സഭയുടെ ഏറ്റവും വലിയ ഒരു നിധിയായി, പൈതൃകമായിട്ട് ഞങ്ങളത് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഇന്ന് വരെയും മാർത്തോമാ സഭ മൂറോൻ കൂദാശ പുതുതായിട്ട് നടത്തിയിട്ടില്ല, അത് വർദ്ധിപ്പിക്കുക ആ മൂറോൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയായിരുന്നു. പിന്നെ ഒരു കാര്യമോട് പറഞ്ഞു,
2 പേരുകൾ, ഒന്ന് ഇഗ്നാത്തിയോസ് അതുപോലെ ബസേലിയോസ് എന്ന് പറയുന്ന പേരുകൾ ഞങ്ങൾ ഒരു മെത്രാപ്പൊലീത്തയ്ക്കും കൊടുക്കാറില്ല. കാരണം അത് പാത്രിയർക്കീസ് ബാവായിക്കും കാതോലിക്ക ബാവായിക്കും മാത്രമുള്ള ടൈറ്റിലുകളായതുകൊണ്ട് അത് കൊടുക്കാറില്ല. ഞാനിത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എത്രമാത്രം ആ പൈതൃകവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുവാനും അതിൻ്റെ വാല്യൂ എത്രമാത്രമുണ്ടെന്ന് സഭയെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ആരാധനകളിൽ ഒരു പക്ഷേ സുറിയാനി ഞങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം പല സന്ദർഭങ്ങളിൽ, ഞാൻ ഡോക്ടർ മാത്യൂസ് ജോർജ് ചുനക്കരയുടെ മകളുടെയാണോ കല്യാണം നമ്മുടെ തിരുവല്ലായിൽ വെച്ച് നടക്കുകയാണ്. അന്ന് എന്നെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനവിടെ വന്നു. അപ്പോൾ കിരീടം വാഴുവിൻ്റെ സമയം വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം മലയാളത്തിൽ അതിൻ്റെ തർജ്ജമയൊക്കെ ഉണ്ട്. തിരുമേനി അന്ന് ആ കിരീടം വാഴു നടത്തിയത് അത് സുറിയാനിയിലാണ്, ക്ലീലോബീതെ ചൊല്ലിക്കൊണ്ട്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് എന്നെ കാണിച്ചു തന്ന പുസ്തകത്തിൽ സുറിയാനിയും മലയാളവും രണ്ടും ചേർത്തുള്ളതായ പ്രിൻ്റ് ചെയ്തതായ. ഞാനിതൊക്കെ പറഞ്ഞു വരുന്നത് ഈ കാര്യങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പൈതൃകവും പാരമ്പര്യങ്ങളും മെത്രാപ്പൊലീത്ത തിരുമേനി ഇവിടെ സൂചിപ്പിച്ചു, ആധുനികതയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്നുള്ള ഈ സഭയുടെ ദർശനത്തോടുകൂടി നമ്മുടെ മാർത്തോമാ സഭയെ ഈ ആധുനിക ലോകത്തിൻ്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അതോടൊപ്പം തന്നെ പൈതൃകവും പാരമ്പര്യവും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുകയായിരുന്നു. മറ്റൊന്ന് എക്യുമെനിസത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, എക്യുമെനിക്കൽ വേദികളിൽ നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സാന്നിധ്യവും തന്നെ ഒരു വലിയ നിറവായിരുന്നു. WCC, CCA ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യ, NCCI, KCC തുടങ്ങി ലോകത്തെ എല്ലാ എക്യുമെനിക്കൽ വേദികളിലും സമുന്നതമായ സ്ഥാനം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ സ്ഥാനങ്ങൾ വെറും ആലങ്കാരികമായിട്ടില്ല. ചിലർ ആ സ്ഥാനങ്ങൾ വഹിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് അത് കഴിയുമ്പോൾ അവരുടെ മറിച്ച് തിരുമേനിയുടെ ഒരു സാന്നിധ്യം അത് വളരെ അനുഭവേദ്യമാക്കി തീർക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അത് അച്ഛനാണോ ഞാൻ ഓർക്കുന്നില്ല, ആദരിക്കാവുന്നതിനെ ആദരിക്കുകയും അല്ലെങ്കിൽ സ്വീകരിക്കാവുന്ന സ്വീകരിക്കുകയും സ്വീകരിക്കാൻ പറ്റാത്തതിനെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നു എക്യുമെനിക്കൽ വേദികളിലും ഇതര മതങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലും അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങൾക്കുള്ള ഒരു കാരണം ഈ കാഴ്ചപ്പാടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൻ്റെ ബഹുമതല പശ്ചാത്തലത്തിലൊക്കെ നമുക്കറിയാം എത്രമാത്രം ഈ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സാഹചര്യങ്ങളും. അവിടെയെല്ലാം ഈ ഒരു വിശാലമായ കാഴ്ചപ്പാട്, അതാണ് എക്യുമെനിസത്തെക്കുറിച്ച് മാത്രമല്ല, ഇൻ്റർ റിലീജിയസ് കാര്യങ്ങളിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ വലിയ കാഴ്ചപ്പാട് നൽകിയ ഏറ്റവും വലിയ ശ്രേഷ്ഠതയെന്ന് പറയുന്നത്. തിരുമേനി ഇവിടെ പറഞ്ഞതുപോലെ ഭാരതത്തിലെ മാത്രമല്ല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കംബോഡിയയിലും ഈസ്റ്റ് തിമോറിലും ശ്രീലങ്കയിലുമൊക്കെ വലിയ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മധ്യസ്ഥനായിട്ട് നിയോഗിച്ച് അതിൽ വിജയം കൊണ്ട് നമ്മുടെ ഒരു സഭാ പിതാവിനെ അതിനെ നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട് കാണാത്ത അത്രമാത്രം വലിയൊരു ശ്രേഷ്ഠത അന്താരാഷ്ട്ര തലങ്ങളിലും എക്യുമെനിക്കൽ രംഗങ്ങളിലും എല്ലാം നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനിക്കുണ്ടായിരുന്നു എന്നുള്ളത്. ഇന്ന് ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചപ്പാട് നമുക്ക് സഭകൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് തിരുമേനി പറഞ്ഞു. തിരുമേനി അതൊത്തിരി മെത്രാപ്പൊലീത്ത കാര്യങ്ങളൊക്കെ എപ്പോഴും ഇത് പറയുന്നൊരു കാര്യമാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത് എന്നത്തേക്കാൾ കൂടുതൽ സാങ്കത്യത്തോടുകൂടെ നമ്മൾ കാണേണ്ടതൊരു സംഗതിയാണ്. നമ്മുടെ പള്ളികളിൽ ഇന്ന് സാധാരണ നമ്മുടെ പള്ളിയിലൊക്കെ കുർബാനയ്ക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10-30% ചെറുപ്പക്കാരും പിള്ളേരും ഒക്കെ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ പള്ളികളിലേക്ക് അവസ്ഥ ഒരു 10% പോലും ചെറുപ്പക്കാരും പിള്ളേരും ഒന്നുമില്ല. ഇതൊക്കെ നാടുപിടിക്കുക, +2 കഴിയുമ്പോഴത്തേക്കും പുറത്തേക്ക് പോവുകയാണ്. ഇവിടുത്തെ നമ്മുടെ ഒരു 25 വർഷം കഴിയുമ്പോൾ നമ്മുടെ സഭകളുടെ അവസ്ഥ എന്താണ്? അതുപോലെ മാറി വരുന്ന ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട്. നമുക്ക് ഭിന്നിച്ച് നിൽക്കാൻ ഇനി സമയമില്ല. ക്രിസ്ത്യൻ യൂണിറ്റി, ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ തിയോളജിക്കൽ നെസസിറ്റി, ഇറ്റ് ഈസ് ഓൺ എൻ എക്സിസ്റ്റൻഷ്യൽ നീഡ്. ഒരു ചിഹ്ന ഭിന്നമാക്കപ്പെട്ട സഭ ശരീരത്തിന് ആരോഗ്യത്തോടെ നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, ഇറ്റ് കനോട്ട് ഗിവ് എ ഒതൻറ്റിക് വിറ്റ്നസ്. നമ്മുടെ ഒരു അർത്ഥവത്തായ സാക്ഷ്യം നൽകാൻ സാധിക്കുകയില്ല. നമ്മുടെ വ്യത്യസ്തതകൾ, വിവിധ പാരമ്പര്യങ്ങളും
വിവിധ സാഹചര്യങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട്, അതിൽ തനിമ നിലനിർത്തിക്കൊണ്ട് ക്രിസ്തു ശരീരത്തിൽ നമ്മൾ ഒന്നാണെന്നുള്ള കാഴ്ചപ്പാടോടുകൂടെ നമ്മൾ ആ ഐക്യത്തിൽ നിലനിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ, അതാണ് മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ആ ആപ്തവാക്യമെന്ന് പറയുന്നത്. സ്വീകരിക്കാവുന്നതിന് സ്വീകരിക്കുകയും സ്വീകരിക്കാൻ സാധിക്കാത്തതിനെ ആദരിക്കുകയും ചെയ്യുക. ഞാൻ 2 കാര്യങ്ങളുടെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മറ്റൊന്ന്, ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു പ്രവാചക ശബ്ദമായിരുന്നു അദ്ദേഹം. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ചില സന്ദർഭങ്ങളിൽ ഇഷ്ടപ്പെടാണ്ട് വന്നു കഴിഞ്ഞാൽ ആരാന്ന് നോക്കൂല, മുഖത്ത് നോക്കാതെ ദേഷ്യപ്പെടും. അത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അദ്ദേഹം അവിടെ വലിയ ആളൊന്നും നോക്കൂല. അത് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ, നീതിപരമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ തന്നെ മനസ്സാക്ഷിയോടും തന്നെ വിളിച്ച ദൈവത്തോടും മാത്രം കടപ്പാട് കാണിച്ച് അദ്ദേഹം ഒരു പ്രവാചക ശബ്ദമായിട്ട് നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ശത്രുക്കളുമൊക്കെ പലപ്പോഴും ഉണ്ടാകും. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരോട് തീർച്ചയായിട്ടും അതുണ്ടാകും. പക്ഷേ തൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള ആ ബോധ്യം അദ്ദേഹത്തിന് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്കറിയാം, ചില അഹങ്കാരത്തോട് വരുന്നവരുടെ അടുത്ത് തൻ്റേടിയായിരുന്നു അദ്ദേഹം. അഹങ്കാരിയുടെ മുൻപിൽ തൻ്റേടിയും സാധുവിൻ്റെ മുൻപിൽ വിനയാന്വിതനുമായിരുന്നു തിരുമേനി. പാവപ്പെട്ടവൻ്റെ മുതുകത്തേക്ക് അല്ലെങ്കിൽ അവരുടെ മുകളിൽ തൻ്റെ അധികാരം കാണിക്കുകയല്ല, മറിച്ച് നീതിപരമല്ലാത്ത കാര്യങ്ങൾ, അത് എത്ര വലിയവനാണെങ്കിലും അതിലൊന്നൊരു കോംപ്രമൈസ് കാണിക്കാതെ അങ്ങനെ പ്രവാചക ശബ്ദമായിരുന്ന ഒരു ശ്രേഷ്ഠ പിതാവായിരുന്നു. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പീഡിതൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും അത്താണിയായിരുന്നു പ്രിയപ്പെട്ട തിരുമേനി. ശബ്ദമില്ലാത്തവന് അവൻ്റെ ശബ്ദമായി മാറി. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം, ഇത് വെറും അല്ലെങ്കിൽ താത്വികമായ തലത്തിലല്ല. ബോംബെയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, അവിടെ ഈ ദളിത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നടത്തിയതായ മാർച്ച്, അവിടെ ഒരു ബോംബെ മാർച്ച് നടത്തിയത്, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ്, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്. അവരെ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാതെ സഭകളും സമൂഹമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അവരെയും മനുഷ്യരായി കാണുവാൻ, അവരെയും സമൂഹത്തിൻ്റെയും സഭയുടെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പ്രിയപ്പെട്ട തിരുമേനി നടത്തിയിട്ടുള്ളതായ ശ്രമങ്ങളും അതെത്രമാത്രം വലുതാണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ബോംബെയിലെ റെഡ് സ്ട്രീറ്റിലെ നമ്മളുടെ ഈ എയ്ഡ്സ് ബാധിതരായ ആളുകളുടെ കുഞ്ഞുങ്ങൾക്ക് നവജീവൻ എന്നാണ് തോന്നുന്നത്, നവജീവൻ എന്ന് പറയുന്ന എത്ര ബോൾഡ് സ്റ്റെപ്പാണെന്ന് ചിന്തിക്കണം. അദ്ദേഹം എടുക്കുന്നതായ, അതായത് നമ്മളാരും കടന്നു ചെല്ലാത്ത ചിന്തിക്കാത്ത മേഖലകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും സമൂഹത്തിൽ ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്നവൻ്റെ അവൻ്റെ ശബ്ദമായി മാറി. പ്രവാചക ശബ്ദം മാത്രമല്ല, എളിയവൻ്റെ ശബ്ദമായി മാറി, അവൻ്റെ അത്താണിയായി മാറിയ ഒരു ശ്രേഷ്ഠ പിതാവായിരുന്നു ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ മണിക്കൂറുകളുണ്ട്. ഇന്ന് ദീർഘമായ കുർബാനയും അതുപോലെ തന്നെ ഇത്രമായി ഇനിയും കർത്താവ് പറഞ്ഞതുപോലെ എനിക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതെല്ലാം സഹിക്കാനും കേൾക്കാനും നിങ്ങൾക്കിപ്പോൾ കരുത്തില്ല എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എന്നെ ക്ഷണിച്ച മെത്രാപ്പോലീത്ത തിരുമേനിയോടും നമ്മുടെ സഭയുടെ ഭാരവാഹികളോടും എല്ലാമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകളെല്ലാം അത് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഷെയർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ ഇതിനെല്ലാം അപ്പുറമായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എന്നും നമുക്കൊക്കെയും പ്രചോദനമായി, നമുക്കൊക്കെയും ഒരു സഭാപിതാവ് എന്തായിരിക്കണമെന്നുള്ളതിന് ഉത്തമ സാക്ഷ്യമായി പ്രവാചക ദൗത്യവും കരുണയും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ സഭകൾക്കും സമൂഹത്തിനും ഒരു ദീപ്തമായി നിൽക്കുന്ന നമ്മുടെ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ആ ഭാഗ്യകരമായ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് യാക്കോബായ സുറിയാനി സഭയ്ക്ക് ശ്രേഷ്ഠ ബാബാ തിരുമേനിക്ക് വേണ്ടി ആ സഭയുടെ എല്ലാ ആദരവുകളും ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ സഭയെ കരുതി സ്നേഹത്തോടെ നടത്തുന്ന നേതൃത്വം കൊടുത്ത് മാർത്തോമാ സുറിയാനി സഭയ്ക്ക് ശ്രേഷ്ഠമായ ശക്തമായ നേതൃത്വം കൊടുത്ത് തിരുമേനിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഒത്തിരി സംസാരിക്കാറില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദർശനവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും
ഇന്ന് നമുക്കെല്ലാം പ്രചോദനമായിരിക്കുമ്പോൾ നമ്മുടെ തെഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്തായുടെ നേതൃത്വത്തിൽ നമ്മുടെ സഭ അനുഗ്രഹകരമായി പ്രശോഭിതമായി മുന്നോട്ട് പോകുവാനും നമ്മുടെ രണ്ട് സഭകളും തമ്മിലുള്ളതായ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുവാനും മുഖാന്തരമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് നമ്മുടെ തിരുമേനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുറിയാനി ഭാഷയിൽ പുരോഹിതന്മാർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ മേൽപ്പെട്ടപ്പാർക്കുള്ള ഒരു പാട്ടിൻ്റെ 2 അടികൾ ആലപിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. കോഹനെ ക്യാനി ബൈനോസ്കിനി ബ്രോദാലോഹോ ഹൊയ്മൽ കോസോ ലോമെസ്തറിയോ കാദീശേ ആചാരീശ മശിഹകൂദ ശകളർപ്പിച്ച ശ്രേഷ്ഠാചാര്യൻ നേകുക പുണ്യം നാദാസ്തോത്രം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.